ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണെയും രണ്ടുപേരെയും ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. കറൻ്റ്ലി നിങ്ങളുടെ രണ്ടുപേരുടെയും ഒരു എനർജി എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ, അതുപോലെ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് വരാം. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് ആദ്യമേ തന്നെ നിങ്ങളുടെ രണ്ടുപേരുടെ സിറ്റുവേഷൻ എനർജി എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പം നമുക്ക് ആദ്യമേ നിങ്ങളുടെ സിറ്റുവേഷൻ നോക്കാം. ഓക്കെ, 2 ഓഫ് പെൻറ്റക്കിൾസ്. ഇനി നമുക്ക് പേഴ്സൻ്റെ നോക്കാം. പേഴ്സൻ്റെ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ നോക്കിയിട്ടുള്ളത് നിങ്ങളുടെ സിറ്റുവേഷനാണ്, റിലേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷൻ അല്ല. നിങ്ങളുടെ രണ്ടുപേരുടെയും ഇപ്പോഴത്തെ ആ ഒരു സാഹചര്യമാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ലൈഫ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയാണ്. അല്ലെന്നുണ്ടെങ്കിൽ ബാലൻസ് ചെയ്ത് പോകാനായിട്ട് എങ്ങനെയൊക്കെയോ ശ്രമിച്ചു പോകുന്ന ഒരു എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ചിലപ്പോൾ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഹാൻഡിൽ ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. അപ്പോൾ അതെല്ലാം ഒരു വിധത്തിൽ കൊണ്ടുപോകാനായിട്ട് പാടുപെടുന്ന ഒരവസ്ഥയാണ്. അല്ലെങ്കിൽ അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം എഫേർട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്കൊരു പ്രോപ്പർ റെസ്റ്റോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നുണ്ടാവില്ല. കാരണം ഒരു മൾട്ടി ടാസ്കിങ് അല്ലെങ്കിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ ഏറ്റെടുത്ത് നടത്തുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു വിശ്രമമില്ലാത്തൊരവസ്ഥയാണ്. എല്ലാ കാര്യത്തിനും വേണ്ടി ഓടി നടക്കുന്നുണ്ട്. ഒന്നിനൊരു കുറവ് വരുത്താനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടാവാം. പക്ഷേ അതൊന്നും മറ്റു പല കാര്യങ്ങളിലും ബാധിക്കരുത്, അല്ലെങ്കിൽ വേറെ ഒന്നിനും ബാധിക്കരുതെന്ന് വിചാരിച്ച് എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു സമയം കണ്ടെത്തി കൊണ്ടുപോകാനായിട്ട് ഒരു എഫേർട്ട് ഇട്ട് നിൽക്കുന്നൊരവസ്ഥയാണ്. അപ്പോൾ അതിനോടൊപ്പം നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരു പ്രോപ്പറായിട്ട് വിശ്രമവും കാര്യങ്ങളൊന്നും ഇല്ല. ആ ഒരു രീതിയിൽ അങ്ങനെ പോകുന്നു. ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി വേണ്ടി ജീവിക്കുന്നൊരവസ്ഥയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു സാഹചര്യമാണ് നിങ്ങളുടേതായിട്ട് കാണുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾക്കാണ് ഇപ്പോൾ ഇത് റെസൊനേറ്റ് ആവുന്നത്. ഇനി അതുപോലെ ഈ ഒരു പേഴ്സണെ കുറിച്ച് പറയണം, അവരുടെ ഒരു സാഹചര്യത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2-3 ആസ്പെക്റ്റിൽ പറയാം. അതിലൊന്നെന്ന് പറയുന്നത് അവരുടെ കർമാസ് റിഫ്ലക്റ്റ് ചെയ്യുന്നൊരു സമയമായിരിക്കണം ഇത്. അതായത് കർമ്മഫലം പല കാര്യങ്ങളുടെയും ചിലപ്പോൾ അനുഭവിച്ച് തുടങ്ങിയിട്ടുള്ള ഒരു സമയമായിരിക്കാം. ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഒരു ശാശ്വതമായിട്ടുള്ള ഒരു ഉയർച്ചയോ താഴ്ചയോ ആയിരിക്കണം എന്നില്ല. ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞു പോകുന്നൊരവസ്ഥ. ചിലപ്പോൾ ചില കാര്യങ്ങൾ റെഡിയായി വന്നുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ച രീതിയിലേക്ക് എത്തുമ്പോൾ തന്നെ ചിലപ്പോൾ ഒരു ഡൗൺഫോൾ ഉണ്ടാവാം. ചിലപ്പോൾ നേരെ തിരിച്ചും ഒരുപാട് ഒരു നിരാശയിലേക്ക് പോകുമ്പോൾ പെട്ടെന്നൊരു ചേഞ്ച് അവരുടെ ലൈഫിൽ ഉണ്ടായെന്ന് വരാം. അതായത് ചിലരെ സംബന്ധിച്ച് അതൊരു സുഖദുഃഖ സമ്മിശ്രം എന്ന് പറയുന്ന പോലെയുള്ളൊരു പാറ്റേൺ ആയിരിക്കും. എന്തായാലും വളരെ ഒരു ശാശ്വതമായിട്ട് പോകുന്ന ഒരവസ്ഥയല്ല നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഒരു കർമാസ് കാര്യങ്ങളൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ചിലർക്ക് ചിലപ്പോൾ കുറച്ചും കൂടി ഒരു മോശമായിട്ടുള്ളൊരവസ്ഥ കാര്യങ്ങളൊക്കെ അനുഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം, നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണോടുള്ള ഇപ്പോഴത്തെ ഒരു ഇമോഷൻസ്, ഫീലിങ്സ് ഒക്കെ എങ്ങനെയാണ്? എന്തായാലും നിങ്ങളുടെ ഒരു സാഹചര്യം എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കണ്ടു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ പല കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പ്രയാസപ്പെടുകയാണ്. എന്നാൽ ഒന്നിനും ഒരു കുറവ് വരരുതെന്ന് ചിന്തിക്കുന്നുമുണ്ട്. ആ ഒരു രീതിയിലൊക്കെ ലൈഫ് ബാലൻസ് ചെയ്ത് പോകാനായിട്ടൊക്കെ അത്രയും എഫേർട്ട് എടുത്ത് നിൽക്കുന്നൊരു സമയത്തിൽ ഇവരോടുള്ളൊരു എനർജി നമുക്ക് നോക്കാം. 2 of Wands, Hanged Man, Ten of Coins, Lovers,
Nine of Wands, Ten of Swords, Ace of Swords, the Moon, Four of Swords, Seven of Wands, Ten of Wands, Page of Cups and Six of Swords. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഒരു എനർജി ഒരു പേഴ്സണോടുള്ളത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. വളരെ കാര്യമായിട്ട് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ചിലപ്പോൾ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ടാവാം. ഇതിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ, ആങ്സൈറ്റി ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾ ആ ഫ്യൂച്ചർ വരെയൊക്കെ കടന്നു പോയിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു അവസ്ഥയല്ലാതെ ഭാവിയെക്കുറിച്ചൊക്കെ ഒരുപാട് ചിന്തിക്കുന്നു, പ്ലാൻ ചെയ്യുന്നു, അങ്ങനെയൊക്കെയുള്ളൊരു എനർജിയാണ്. എന്നാൽ മറ്റൊരു തരത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വെയിറ്റിംഗ് ഉണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് കൂടുതലൊരു അറിവ് കിട്ടാനായിരിക്കും, പേഴ്സൻ്റെ ഒരു നെക്സ്റ്റ് മൂവ് അറിയാനായിരിക്കാം ആ ഒരു വെയിറ്റിംഗ് ആയിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു പേഷ്യൻസ് എനർജി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. മറ്റൊരു കാര്യം നമ്മളിവിടെ എടുത്ത് പറയേണ്ടത്, നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മൈൻഡ് എന്താണ്, നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ ഒരു പേഴ്സണോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്താണോ അത് നിങ്ങൾ ഇവരോട് ഇപ്പോൾ കാണിക്കുന്നില്ല എന്നുള്ളതാണ്. ആ ഒരു ഇമോഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ മനഃപൂർവ്വമായിട്ട് ഒരു കയ്യകലം ഇട്ട് നിൽക്കുന്ന ഒരവസ്ഥ. അത് പ്രത്യേകിച്ച് റിലേഷൻഷിപ്പിൽ ഓൺ ആയിട്ടുള്ളവർ, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഓൺ ആൻഡ് ഓഫിലൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിലും യഥാർത്ഥ ഒരു മനസ്സ് എന്താണെന്ന് അവരോട് കാണിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ എന്താണെന്ന് കംപ്ലീറ്റ് ആയിട്ട് പ്രകടിപ്പിക്കാനുള്ള ഒരു പേടിയായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇനിയും ഹേർട്ട് ആവുമോ എന്നുള്ളൊരു ചിന്ത കൊണ്ടായിരിക്കാം ആ ഒരു ഡിസ്റ്റൻസ് നിങ്ങൾ ഇട്ട് നിൽക്കുന്നത്. പക്ഷേ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടെൻ ഓഫ് കോയിൻസ്, ലവേഴ്സ് എനർജിയൊക്കെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം എത്രത്തോളം പ്രിയപ്പെട്ടതാണ് ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നിങ്ങളുടെ സിറ്റുവേഷനിൽ ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പാടുപെടുന്ന ഒരവസ്ഥയാണെന്നൊക്കെ ഉള്ളത്. പക്ഷേ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ഒരു പ്രയോറിറ്റി എന്ന് പറഞ്ഞ് ഇപ്പോഴും മനസ്സിനകത്ത് സ്ഥാനം കൊടുത്തിട്ടുള്ളത് ഈ ഒരു വ്യക്തിക്കാണ്. അത് കഴിഞ്ഞേ മറ്റെന്തോ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് കാര്യങ്ങൾ ഉണ്ടായിക്കോട്ടെ, നമുക്കറിയില്ല പാസ്റ്റ് എന്താണെന്നുള്ളത്. എത്രയൊക്കെ ഭീകരമായിട്ടുള്ള അവസ്ഥ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും സ്റ്റിൽ ഈ ഒരു പേഴ്സണാണ് നിങ്ങളുടെ മനസ്സിൽ ഒരു നമ്പർ 1 പൊസിഷനിലുള്ളത്. അത്രയേറെ നിങ്ങളിവരെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. മാത്രമല്ല നിങ്ങളുടെ ഒരു ഫാമിലി ആയിട്ടാണ് നിങ്ങൾ ഈ ഒരു വ്യക്തിയെ കാണുന്നത്. ചിലർക്ക് ഫാമിലി ആയിരിക്കാം. അപ്പോൾ അത്രയും ഒരു നമ്മളൊരു ഫാമിലി പോലെ കാണുന്നു, അല്ലെങ്കിൽ ഒരു ലോങ് ടേം ആയിട്ട് കാണുന്ന ഒരു റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുമ്പോൾ അത്രയധികം വാല്യുബിൾ ആണ് ആ ഒരു റിലേഷൻഷിപ്പ് എന്നുള്ളത് നമ്മളവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റിൽ ഈ ഒരു അവസ്ഥയാണ്. നമ്മളിവിടെ പറഞ്ഞതുപോലെ നിങ്ങളുടെ മനസ്സെന്താണ്, അല്ലെങ്കിൽ എത്രത്തോളം സ്നേഹമുണ്ട്, എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു പേഴ്സൺ എന്നുള്ളത് നിങ്ങൾക്കേ അറിയൂ. അത് അവരോടിപ്പോൾ നിങ്ങൾക്ക് പ്രകടിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഓൺ ആൻഡ് ഓഫ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് എക്സ്പ്രസ് ചെയ്യുന്നില്ല. തീർത്തും ഒരു നോ കോൺടാക്റ്റിൽ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. അപ്പോൾ നിങ്ങളായിട്ട് ഒന്നിനും എടുത്തു ചാടി പുറപ്പെടാൻ തയ്യാറാവാത്ത ഒരവസ്ഥയാണ് നിലവിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം നിങ്ങൾ അത്രയേറെ തകർന്നു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ചിലരെ സംബന്ധിച്ച് അത്രയും പെയിൻഫുൾ ആയിട്ടുള്ള സാഹചര്യങ്ങൾ ഇതിനകത്ത് കടന്നു പോയിട്ടുണ്ടാവാം. ചിലപ്പോൾ ഒരു പെയിൻഫുൾ എൻഡിങ് എന്ന് പറയുന്ന രീതിയിലായിട്ടുണ്ടാവാം ചിലർക്ക്. ചിലർക്ക് ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു പെയിൻ എന്ന് പറയുന്നത് വളരെയധികം എന്താ പറയുക, നമ്മുടെ ഹൃദയത്തെ കീറി മുറിക്കുക എന്ന് പറയുന്ന തരത്തിലുള്ളതായിരിക്കും. നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ചിലപ്പോൾ കടന്നു പോയിട്ടുണ്ടാവാം ചിലവർ. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇത്രയും എക്സോസ്റ്റഡ് ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ആ ഒരു പ്രതീക്ഷ മനസ്സിനകത്തുണ്ട്, അത് കൊണ്ട് നടക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാം. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ഒരു വെയിറ്റിംഗ് അവിടെ വന്നത്. അപ്പോൾ മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് പറ്റിയ പരിക്കുകളൊന്നും കാര്യമാക്കാതെ ഇപ്പോഴും എവിടെയൊക്കെയോ ആ ഒരു പ്രതീക്ഷ നിങ്ങളിതിനകത്ത് ബാക്കി വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയിൽ നിന്ന് പല കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ടുള്ളതായിട്ട് കാണാം. ആ ഒരു ഹോണസ്റ്റ് കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങളിൽ ഒരു മിസ്റ്ററീസ് ഉണ്ടാവാം, ട്രസ്റ്റ് ഇഷ്യൂസ് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഒരു ക്ലിയർ ആയിട്ടൊന്ന് വ്യക്തമായിട്ടൊന്ന് സംസാരിക്കാനായിട്ട് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു ബ്രേക്ക് ത്രൂ എങ്കിലും വരാനായിട്ട് നിങ്ങൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ടാവാം. ചിലപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയും കൂടി കാത്തിരിക്കുന്ന ഒരവസ്ഥയായിരിക്കും. നിങ്ങൾക്കായിട്ട് ഇനിയൊന്നും ഇനിഷ്യേറ്റീവ് എടുക്കാനായിട്ട് വയ്യ. നിങ്ങൾ ചിലപ്പോൾ പാസ്റ്റിൽ ഒരുപാട് ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പേഴ്സണായിട്ട് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കട്ടെ എന്നുള്ളൊരു രീതിയിലായിരിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഓൺ ആൻഡ് ഓഫിലൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ഒന്ന് മാറട്ടെ എന്നുള്ള ഒരു അവസ്ഥയിലായിരിക്കാം.
ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ആ ഒരു മൂൺ ആൻഡ് ഫോർ ഓഫ് സോഡ്സ് എനർജിയൊക്കെ. അതായത് നിങ്ങളിപ്പോൾ ഈ ഒരു പേഴ്സണ് അൺഅവൈലബിൾ ആണ്. നിങ്ങളെന്താണെന്ന് അവരെ മനസ്സിലാക്കിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എനർജി അവരിപ്പോൾ അറിയണ്ട എന്നുള്ളൊരു രീതിയിലായിരിക്കാം. മാത്രമല്ല നിങ്ങൾക്കുള്ള ഒരു ആങ്സൈറ്റി, കൺഫ്യൂഷൻ, ഒരുപാട് കാര്യങ്ങളിൽ വേണ്ടുന്ന ഒരു ക്ലാരിറ്റി ഒക്കെ ഇല്ലാത്തത് കൊണ്ട് തന്നെയായിരിക്കും ഈ ഒരു സൈലൻസിൽ പോകുന്നത്. ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ കുറേ പല കാര്യങ്ങൾ അറിയാനൊക്കെ നടന്നിട്ടുണ്ടാവും. പക്ഷേ വിചാരിച്ചൊരു റിസൾട്ടും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഞാനായിട്ട് ഇനി അങ്ങോട്ട് പോകണ്ട. മനസ്സിനകത്ത് വേദനയുണ്ട്, കാര്യങ്ങളുണ്ട്, പ്രതീക്ഷയുണ്ട്, ഒരുപാട് ഇമോഷൻസ് ഉണ്ട്. പക്ഷേ അതൊന്നും ഇപ്പോൾ അവരെ അറിയിക്കേണ്ട എന്നുള്ളൊരു തോന്നലായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു ഇൻറ്റഗ്രിറ്റിക്ക് വാല്യൂ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ചിലപ്പോൾ ഫീൽ ചെയ്യുന്നൊരു സമയമായിരിക്കാം. മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഒരു 100 ചോദ്യങ്ങളുണ്ട് ഈ ഒരു പേഴ്സണോട് ചോദിക്കാൻ, അല്ലെങ്കിൽ പല കാര്യങ്ങൾ അറിയാനോ കൺഫേം ചെയ്യാനോ ഒക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾ ശബ്ദിക്കുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊന്നും എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ കാണുന്നത് പോലെ ഇപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പിലെ ഒരുപാട് ഭാരവും പേറി നിങ്ങൾ നടക്കുകയാണല്ലോ. എന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത്, ഒരുപാട് നിങ്ങൾക്ക് വേദനിപ്പിച്ചിട്ടുള്ള ഇൻസിഡൻസോ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളത് കൊണ്ടൊക്കെ ആയിരിക്കാം ഒരു വളരെയധികം എക്സോസ്റ്റഡ് ആയിട്ട് ടയേർഡ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇനി വയ്യ എന്നുള്ളൊരു മാനസികാവസ്ഥയിലൊക്കെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും ഈ ഒരു പേഴ്സണോടുള്ള ഒരു ഇഷ്ടവും നിങ്ങളുടെ താല്പര്യമൊക്കെ അനുസരിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ കാറ്റിൽ പറത്തുന്നു എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് പോലെ തന്നെ ഇവരോടൊരു കയ്യകലത്തിൽ നിൽക്കണം. അല്ലെങ്കിൽ നിങ്ങൾ എന്താണെന്നുള്ളത് ഈ ഒരു പേഴ്സൺ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ ആ ഒരു കൈയകലത്തിൽ നിങ്ങൾ നിർത്തിയിരിക്കുന്നതാണ് ആയിട്ട് തന്നെ നമുക്ക് പറയാം. അത് തീർച്ചയായിട്ടും ചിലപ്പോൾ നിങ്ങൾ മാനസികമായിട്ട് ഇത്രയും ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും എക്സ്പ്രസ് ചെയ്യാത്തത് നിങ്ങളുടെ ഒരു വാല്യൂ കളയണ്ടെന്നുള്ളത് കൊണ്ടോ, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇനിയും ഹേർട്ട് ആവാനായിട്ട് നിങ്ങൾക്ക് കഴിയാത്തത് കൊണ്ടോ ആയിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും കറൻ്റ്ലി ആ ഒരു സോളിറ്റ്യൂഡ് എനർജി നമുക്ക് കാണാം. നിങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. ചിലപ്പോൾ ഈ ഒരു പേഴ്സണായിട്ട് ഒറ്റപ്പെടുത്തിയതാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ആ ഒരു ഒറ്റപ്പെടലിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ചിലപ്പോൾ പല കാര്യങ്ങൾക്കും നിങ്ങൾക്കൊരു സ്വയമേ നിങ്ങളുടെ ഒരു സ്ട്രെങ്ത് എന്താണെന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളതും ഈ ഒരു സമയത്ത് തന്നെയായിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും വളരെ ശാന്തമായിട്ടുള്ള രീതിയിൽ ഈ ഒരു ഡ്രാമയൊക്കെ നിർത്തി നല്ലൊരു ശാന്തമായിട്ടുള്ള രീതിയിൽ ഇത് മുന്നോട്ട് പോകാൻ കഴിഞ്ഞെങ്കിൽ നല്ലൊരു ആഗ്രഹമാണ് നിങ്ങൾക്കുള്ളത്. ഇപ്പോഴത്തെ ആ ഒരു നിങ്ങൾക്കുണ്ടാവുന്ന സ്ട്രെസ്സും അല്ലെങ്കിൽ പാസ്റ്റിൽ ഇതിനേക്കാളും മോശമായിട്ടുള്ള അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് വളരെ ശാന്തതയോടെ സമാധാനത്തോടെ ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട്, അല്ലെങ്കിൽ ഇതിനകത്ത് ആ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവാനായിട്ടൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് സ്വപ്നം കാണുന്നുണ്ടാവാം. ആ ഒരു രീതിയിലാണ് നിങ്ങളുടെ മനസ്സ് ആഗ്രഹിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നതും ഈ ഒരു കാര്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കാനായിരിക്കും. ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങളുടെ വ്യക്തിയുടെ സ്നേഹവും സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു എനർജിയൊക്കെ ആഗ്രഹിച്ചിട്ടുള്ള ഒരു സമയമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷെ അതിനായിട്ട് നിങ്ങൾ പ്രത്യേകിച്ച് ആക്ഷനോ കാര്യങ്ങളോ ഒന്നും എടുക്കുന്നില്ല. ഒരു വെയിറ്റിംഗ് ആണ്, കൺഫ്യൂസ്ഡ് മൈൻഡ് സെറ്റൊക്കെ നമുക്ക് കാണാം. അതുപോലെ തന്നെ ഇവരോടുള്ള ആ ഒരു യഥാർത്ഥ സ്നേഹം, നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ഇമോഷൻസ്, ഫീലിങ്സ് ഒന്നും എക്സ്പ്രസ് ആവാതെ സ്വയം ഒന്ന് വിട്ടുമാറി നിൽക്കുന്ന ഒരു എനർജി ആയിട്ട് കാണാം. നിങ്ങൾ തന്നെ ഒന്ന് ഹീൽ ആവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു സമാധാനം വേണ്ടതുകൊണ്ടായിരിക്കാം. ഒരു ഹീലിങ്ങിലേക്ക് വരാനായിട്ട് നിങ്ങളായിട്ട് തന്നെ പലപ്പോഴും അതിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നവരുണ്ടാവാം. അല്ലെങ്കിൽ പല മെൻറ്റേഴ്സിൻ്റെ അടുത്ത് നിന്നൊക്കെ അഡ്വൈസ് തേടുന്ന ആൾക്കാരുണ്ടാവാം. കാരണം നിങ്ങൾ ആ ഒരു സമാധാനം ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതും നമുക്കിവിടെ കാണാം. അപ്പോൾ കറൻറ്റ്ലി ഈ ഒരു എനർജീസാണ് നിങ്ങളുടേതായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പേഴ്സൻ്റെ എനർജി എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ അവരുടെ ഒരു മാനസികാവസ്ഥ ഇപ്പം എങ്ങനെയാണെന്നുള്ളത് നോക്കാം. Judgment, Two of Wands, Queen of Wands, Page of Wands, Chariot, Two of Swords, Three of Wands, Justice, Knight of Pentacles, Seven of Swords, Five of Cups, Nine of Pentacles, the Wheel, Four of Pentacles, Six of Wands, and Nine of Swords. അപ്പോൾ നമ്മളിവിടെ ഇവരുടെ എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തി ഒരു സെൽഫ് റിഫ്ലക്റ്റീവ് മോഡിലാണെന്ന് പറയാം.
അതായത് നേരത്തെ നമ്മൾ ഇവരുടെ ഒരു സിറ്റുവേഷൻ എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചില വ്യക്തികൾ അവരുടെ ഒരു കർമാസൊക്കെ ചിലപ്പോൾ ലൈഫിൽ ഫേസ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടാവണം എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തിയിൽ നമുക്ക് അങ്ങനെയുള്ള ഒരു എനർജിയും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ അവർക്ക് ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസസും കാര്യങ്ങളൊക്കെ പല രീതിയിലുള്ളൊരു മാറ്റം അവരിൽ വരുത്തിയിട്ടുണ്ടാവാം. അതുകൊണ്ടാണ് ഇവിടെയാണെന്നുണ്ടെങ്കിലും അവരുടെ ഒരു കാഴ്ചപ്പാടുകൾക്കുള്ളൊരു ഡിഫറൻസസ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ചിലപ്പോൾ നിങ്ങളോട് നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ഔട്ട്‌ലുക്ക് ആയിരിക്കില്ല ഈ ഒരു പേഴ്സൺ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ എനർജിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയിൽ നിന്ന്, ആ ഒരു സിറ്റുവേഷനിൽ നിന്നൊക്കെ നിങ്ങൾ പെയിൻ കാര്യങ്ങളൊക്കെ അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുള്ളത്. അപ്പോൾ കറൻറ്റ്ലി നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി അതെല്ലാം തിരിച്ചറിയുന്നുണ്ടെന്നുള്ളതാണ്. അവർക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു പേഴ്സൻ്റെ എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അവരെന്താണോ ചെയ്തത്, അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തി എന്തായിരുന്നു, നിങ്ങളോടുള്ള ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ള കാര്യം എന്താണോ, അതെന്താണെന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന ഒരു സാഹചര്യമാണ്, അല്ലെങ്കിൽ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് കാണാം. അപ്പോൾ അതും കൂടി കൊണ്ടാണ് അവർക്ക് ആ ഒരു സെൽഫ് റിഫ്ലക്റ്റീവ് മോഡ് കാര്യങ്ങളൊക്കെ ഉള്ളതും കൂടി കൊണ്ടാണ് അവർ കൂടുതലായിട്ട് നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നുണ്ട്. എന്തായാലും വളരെയധികം ഒരു നിങ്ങളുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ്. ഒരു ഓവർ തിങ്കിങ് ഈ ഒരു പേഴ്സണും നിങ്ങളെക്കുറിച്ചുണ്ട് എന്നുള്ളത് നമുക്ക് കാണാം. പക്ഷേ ഇവിടെ അവർക്ക് ഒരു പല എനർജീസും നോക്കുമ്പോൾ ഒരു കൺഫ്യൂസ്ഡ് മൈൻഡ് സെറ്റ് കാര്യങ്ങൾ ഉള്ളതായിട്ട് കാണാം. ആ ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ അവരുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങളോട് ചെയ്തിട്ടുള്ള പ്രവർത്തികളോ കാര്യങ്ങളോ ഒക്കെ കൊണ്ടുണ്ടായിട്ടുള്ള ഒരു കൺഫ്യൂഷൻ ആയിരിക്കും. അതായത് ആ ഒരു കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ഹെഡ് ആൻഡ് ഹാർട്ട് എന്ന് പറയുന്ന പോലെയുള്ളൊരു അവസ്ഥയാണ്. ഇപ്പോൾ ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ളപ്പോഴും ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഡബിൾ മൈൻഡ് വരും. പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അനാവശ്യമായിട്ടുള്ളൊരു പേടി, ആക്ഷൻ എടുക്കാൻ നേരത്തുള്ളൊരു പേടി, കോൺസിക്വൻസസിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് പറ്റുമെന്ന് പറയുമ്പോൾ ആക്ഷൻ എടുക്കാനായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ പിന്നിലേക്ക് വലിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളോടൊരു മാഗ്നറ്റിക് അട്രാക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു സ്ട്രോങ് ഡിസയർ ഒക്കെ ഉള്ളൊരു വ്യക്തി തന്നെയാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യമാണ്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ ഫേസിലാണെന്നുണ്ടെങ്കിലൊക്കെ അത്രയും അവർക്ക് ഒരു താല്പര്യമുണ്ട് ഇതിനകത്ത് സ്ട്രോങ് ആക്ഷൻ എടുത്ത് നിങ്ങളെ തന്നെ ഫോക്കസ് ചെയ്ത് വരണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ആഗ്രഹിക്കുമ്പോഴും കൺഫ്യൂസ്ഡ് ആയി പോകുന്നു. ഇപ്പോൾ നിങ്ങളിലേക്കുള്ള ആ ഒരു വരവാണ് അവർ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ആക്ഷൻ എടുത്ത് വരാനായിട്ട് പോകുമ്പോൾ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് സ്റ്റക്നെസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആക്ഷൻ എടുക്കാൻ നേരത്ത് അതിന് വരുന്ന ഒരു ഫിയർ, അല്ലെങ്കിൽ അവരായിട്ട് തന്നെ ചിലപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്ന പ്രശ്നങ്ങളായിരിക്കാം. അങ്ങനെയുള്ള ഒരു തടസ്സം അവരുടെ മുന്നിൽ വരുന്നു. ചിലപ്പോൾ ഇതിനകത്ത് ആ ഒരു ചോയ്സ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വീണ്ടും ഒരു സ്റ്റക്നെസ്, ഞാൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ളൊരു സ്റ്റക്നെസ് ആയിരിക്കാനുള്ള സാധ്യതയും നമുക്ക് കാണാം. ഇനി അതുപോലെ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് കൈവിട്ട് പോയ പോലത്തെ ഒരവസ്ഥയിലായിരിക്കും. അതായത് ആക്ഷൻ എടുക്കേണ്ടുന്ന സമയത്തൊന്നും എടുത്തില്ല. അല്ലാന്നുണ്ടെങ്കിൽ ചെയ്തതെല്ലാം ന്യായീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരുന്നു. പക്ഷെ പിന്നീട് ആലോചിച്ച് വരുമ്പോഴത്തേക്കും ഇനി ഇതിനകത്തൊരു സ്കോപ്പ് ഉണ്ടോ എന്ന് വിചാരിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ടാവും. അതായത് ഇപ്പോൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കോർട്ട് വരെ കാര്യങ്ങൾ എത്തുക. അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനൊക്കെ വരുമ്പോഴത്തേക്കും ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളൊരു ചിന്താഗതി. നമ്മൾക്ക് ചിലപ്പോൾ പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള രീതിയിലായിരിക്കില്ല നമ്മൾ പല കാര്യങ്ങളും പിന്നീട് നോക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രസന്റിൽ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ പല കാര്യത്തിൽ നിന്നും നമ്മൾ ഒരു എക്സ്പീരിയൻസ് ഒക്കെ നേടിക്കഴിയുമ്പോൾ നമ്മളെടുത്ത തീരുമാനങ്ങൾ തെറ്റാണെന്ന് മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടാവാം. ഇവിടെ മേ ബി അങ്ങനെയുള്ളൊരു സാഹചര്യം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആക്ഷൻ എടുക്കാനായിട്ട്, അല്ലെങ്കിൽ അവരായിട്ട് നമുക്കിവിടെ ഓൾറെഡി പറഞ്ഞതാണ് അത്രയും ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റിക് അട്രാക്ഷനൊക്കെ ഈ ഒരു പേഴ്സൺ നിങ്ങളോടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ഒരുപാട് സന്തോഷം അനുഭവിക്കാനായിട്ട് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അതിനായിട്ട് അവരൊരു ആക്ഷൻ എടുക്കാൻ വരുമ്പോൾ ഒരു സ്റ്റക്നെസ്, ഒരു കൺഫ്യൂസ്ഡ് മൈൻഡൊക്കെ അവർക്ക് ഉണ്ടാകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ജസ്റ്റിസ് തന്നിട്ടില്ല എന്ന് നല്ലതുപോലെ അറിയുന്നൊരു വ്യക്തിയാണ്. ഈ ഒരു റിലേഷൻഷിപ്പിനകത്തൊരു ജസ്റ്റിസ് ഉണ്ടായിട്ടില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളോട് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ അവർ ഒരുപാട് വിഷമിക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ ആദ്യമേ പറഞ്ഞതാണ്. നമുക്കത് എവിടെയാണെന്നുണ്ടെങ്കിലും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നിങ്ങളോട് ചെയ്തു പോയ കാര്യം, അല്ലെങ്കിൽ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുള്ളതിൽ അവരിന്ന് ഒരുപാട് മാനസിക വിഷമം അനുഭവിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അവർക്ക് ആ ഒരു നഷ്ടബോധം തോന്നുന്നതായിട്ട് കാണാം. ഒരു ഗിൽറ്റി ഫീലിംഗ് ഒക്കെ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ അവർ പതിയെ പതിയെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അവരുടെ തെറ്റ് മനസ്സിലാക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്ന ഒരു സ്റ്റേജിലുള്ള ഒരു പേഴ്സൻ്റെ എനർജിയാണ്. ചിലരെയൊക്കെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ സെൽഫിഷായിട്ട് സ്വന്തം കാര്യത്തിന് പ്രയോറിറ്റി കൊടുത്ത്, അല്ലെങ്കിൽ സ്വന്തം ഭാവിക്ക് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്ത് മുന്നോട്ട് പോയിട്ടുള്ള ആൾക്കാരുണ്ടാവാം. അപ്പോൾ നിങ്ങളുടെ ഒരു വിഷമം എന്താണ്? നിങ്ങളിതിൽ എത്രത്തോളം പെയിൻ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ ചിലപ്പോൾ യാതൊരു ദാക്ഷിണ്യവും ഇല്ലാതെ കടന്നു പോയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ആ ഒരു അവസ്ഥയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവർക്ക് വളരെയധികം ഒരു ദുഃഖം ഉണ്ടെന്നുള്ളത് നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഇവരുടെ ആ ഒരു സിറ്റുവേഷനിൽ കണ്ടതാണ് ഈ ഒരു വീൽ എനർജി, അത് നമുക്കിവിടെയും വന്നിട്ടുണ്ട്. അവരുടെ ലൈഫിൽ ഒരു കാര്യങ്ങളും ബാലൻസ് ചെയ്ത് നിൽക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞൊരു അവസ്ഥയാണ്. അവരിതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് വളരെയധികം കാണുന്നുണ്ട്. അവർക്ക് പറ്റിയ തെറ്റുകൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ ഒരു ആക്ഷനിലേക്ക് വരാനായിട്ട് വരുമ്പോഴത്തേക്കും
വീണ്ടും ഈ ഒരു പേഴ്സൺ താഴേക്ക് പോകുന്ന ഒരു സൈക്കിളാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ നഷ്ടപ്പെടുത്താനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല. ഇനിയിപ്പോൾ ഓൾറെഡി ഒരുപാട് നാളുകളായിട്ട് സെപ്പറേഷനിലൊക്കെ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് കൈവിട്ട് പോവാതിരിക്കാനായിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. കൈവിട്ട് പോയോ എന്നുള്ള പേടി ഉണ്ടാവാം ചിലപ്പോൾ. അപ്പോൾ ആ ഒരു പൊസസീവ് എനർജിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവരുടെ ഭാഗത്ത് നിന്ന് കാണാനായിട്ട് കഴിയുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇവരായിട്ട് സ്ട്രോങ് ആക്ഷൻ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് കാണുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ കൊണ്ട് അവരത് ഡൗൺ ആവുന്നു, അല്ലെങ്കിൽ അത് ആക്ഷൻ പ്രവൃത്തിയിലേക്ക് വരാൻ നേരത്ത് സ്റ്റക്നെസ് ഉണ്ടാവുന്നതായിട്ട് കാണാം. അതാണ് നമുക്ക് അവരുടെ ഒരു എനർജിയിൽ കിട്ടിയിട്ടുള്ളത്. അപ്പം മേ ബി അതുകൊണ്ട് തന്നെയായിരിക്കാം നിങ്ങളും നമ്മൾ നോക്കിയപ്പോൾ നിങ്ങളുടെ എനർജിയിൽ ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്നൊക്കെ നമ്മൾ കണ്ടത് അതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് പോലെ ഈ ഒരു എനർജിയാണ് നമുക്ക് ലാസ്റ്റ് ആണെങ്കിൽ വന്നിട്ടുള്ളത്. നല്ല രീതിയിലൊരു മനപ്രയാസം അവർ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അനുഭവിക്കുന്നുണ്ടെന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മൾ അവരുടെ ഒരു സിറ്റുവേഷനിലും അവർക്കൊരു ബാലൻസിംഗ് ആയിട്ട് കാര്യങ്ങൾ പോകുന്നില്ല. കുറച്ചൊന്ന് കാര്യങ്ങൾ ശരിയായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ വീണ്ടും അടിയിലേക്ക് പോകുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ ഒരു പേഴ്സൺ അവരുടെ ഒരു നിലനിൽപ്പൊന്ന് ഓക്കെ ആയിട്ട് നിങ്ങളിലേക്ക് വരാമെന്ന് ആലോചിക്കുമ്പോൾ വീണ്ടും അവരുടെ ഒരു സാഹചര്യത്തിൽ മോശം കാര്യങ്ങൾ കയറി വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യത്തിലേക്ക് എടുക്കുന്ന ഡിസിഷന് പെൻഡിങ് വരാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇതിനകത്ത് ഒരു സക്സസ് ഉണ്ടാവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിനായിട്ട് ആക്ഷൻ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അതവർക്ക് വിചാരിക്കുന്ന പോലെ ചെയ്യാൻ കഴിയാത്തതിൽ നല്ല രീതിയിലുള്ളൊരു മാനസിക ബുദ്ധിമുട്ടും, അല്ലെങ്കിൽ ആ ഒരു ഡിപ്രഷനിലേക്കൊക്കെ പോയിട്ടുള്ളൊരു വ്യക്തിയും കൂടിയാണ്. അപ്പോൾ ഓൾ ടുഗെദർ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ 2 പേരുടെ എനർജിയിൽ 2 പേരും 2 തരത്തിലാണെന്നുണ്ടെങ്കിലും പെയിൻ അനുഭവിക്കുന്നുണ്ട്. ആങ്സൈറ്റി ഉണ്ടാവുന്നുണ്ട്. ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. ആ ഒരു എനർജി നമുക്ക് 2 പേരിലും കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ വ്യക്തിക്ക് അവർ ചെയ്തു പോയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു കുറ്റബോധം, അല്ലെങ്കിൽ ആ ഒരു റിഗ്രറ്റ് മനസ്സിൽ കിടക്കുന്നത് പോലെ തന്നെ ആക്ഷൻ എടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ദുഃഖമായിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അതിലേക്ക് വരുമ്പോൾ അവരൊന്ന് ഫിയർ ആവുന്നു, സ്റ്റക്ക് ആവുന്നു എന്നുള്ളൊരവസ്ഥ. നിങ്ങളെ സംബന്ധിച്ചിട്ടുള്ള കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുണ്ടെങ്കിലും അത് ഉള്ളിൽ ഒളിപ്പിച്ച് നിങ്ങളും ഇരിക്കുകയാണ്. ഒരു ഹോപ്പ് നിങ്ങളുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു എനർജിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് ക്ലൂസ് ഒന്നും എടുക്കുന്നില്ല. കാരണം 2 പേരുടെയും സിറ്റുവേഷനും നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ എനർജിയൊക്കെ എടുത്തതാണ്. നിങ്ങളായിട്ട് റെസനേറ്റ് ആവുന്നതാണോ എന്നുള്ളത് കേട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. കൂടുതൽ വ്യക്തികൾക്കും ഇതൊരു ലോങ് ഡിസ്റ്റൻസ് കണക്ഷൻ ആയിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും 2 പേരും 2 ദിക്കിലിരുന്ന് ഒരേ കാര്യത്തെക്കുറിച്ച് പല രീതിയിൽ ആലോചിച്ച് വിഷമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു എനർജിയാണ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെയുള്ള പേഴ്സൺസിൻ്റെ എനർജിയാണ് ഇവിടെ നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങളെ കമൻറ്റ് ചെയ്യുക. ആ ഒരു സ്ട്രോങ് ബോണ്ടിങ് ആൻഡ് റീകൺസിലേഷൻ ആയിട്ട് തന്നെ നിങ്ങൾ ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.